നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDP and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. ഒരിക്കൽ കൂടി മോദി. തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. NDA കക്ഷി നേതാവായി മോദിയെ തെരഞ്ഞെടുത്തു. തൃശൂരിലെ നിയുക്ത MP സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിസഭയിലേക്ക്. മോദിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും. NDA യോഗത്തിൽ കേരളത്തെ പ്രത്യേകം പരാമർശിച്ച് മോദി. രക്തസാക്ഷികളുടെ മണ്ണാണ് കേരളം. അവിടെ നിന്ന് ഒരു പ്രതിനിധിയെ ലഭിച്ചതിൽ വലിയ ആഹ്ലാദം. തൃശൂരിൽ കോൺഗ്രസിൽ കലാപം അതിരൂക്ഷം. DCC നേതാക്കൾക്കെതിരെ അധിക്ഷേപ പോസ്റ്റർ പ്രചരണവുമായി പ്രവർത്തകർ. വെള്ളിയാഴ്ചയും പോസ്റ്റർ രൂക്ഷത. മുൻ MLA അനിൽ അക്കര, MP വിൻസെന്റ്, ജോസ് വള്ളൂർ എന്നിവർക്കെതിരെയാണ് പ്രചരണം. മുരളീധരന്റെ പോസ്റ്ററുകൾ അനിൽ അക്കര കിണറ്റിൽ തള്ളിയതായി ആരോപണം. അനിലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും ആവശ്യം. മുരളീധരന്റെ പിന്തുണയുമായി കൂടുതൽ പ്രവർത്തകർ രംഗത്ത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാർലിക്കാട് വ്യാസ കോളേജ് സ്റ്റോപ്പിന് സമീപം അപകടങ്ങളും ദുരന്തങ്ങളും ക്ഷണിച്ചു വരുത്തി അശാസ്ത്രീയ ഡിവൈഡർ. അധികൃതരുടെ അനാസ്ഥയാണ് അപകട മേഖലയാക്കി ഡിവൈഡർ പരിസരത്തെ മാറ്റുന്നതെന്ന് ജനങ്ങൾ. മുൻ MP രമ്യ ഹരിദാസിന്റെ ഇടപെടലിനെ തുടർന്ന് ഡിവൈഡർ നവീകരണത്തിന് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അനുവദിച്ച 4 ലക്ഷം രൂപ കടലാസിൽ ഉറങ്ങുന്നു. പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് നഗരസഭ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ തൃശൂരിൽ കല്ലേറ്. 2 കോച്ചുകളുടെ ചില്ല് തകർന്നു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മാനസിക പ്രശ്നങ്ങളുള്ള ആളാണ് കല്ലേറ് നടത്തിയതെന്നും ഇയാളെ കസ്റ്റഡിയിലെടുത്തതായും RPF. അതിരപ്പള്ളി കണ്ണൻകുഴിയിൽ നായയെ പിടികൂടാൻ പുറകെ ഓടിയ പുലി കിണറ്റിൽ വീണു. പിടക്കരി ഷിബുവിന്റെ വീട്ടുകിണറ്റിലാണ് പുലി വീണത്. ചാലക്കുടി റാപ്പിഡ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. മുള്ളൂർക്കരയിൽ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ വീണ പശുവിന് രക്ഷകരായി വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. കൊല്ലത്ത് നടന്ന സ്കൂൾ കലോത്സവത്തിൽ ഓട്ടൻതുള്ളലിൽ 1ാം സ്ഥാനം. തൃശൂർ സ്വദേശിനി കൃഷ്ണപ്രിയയ്ക്ക് നൽകിയ വാഗ്ദാനം പാലിച്ച് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി J ചിഞ്ചു റാണി. മത്സരത്തിനണിയാനുള്ള വസ്ത്രം വാങ്ങാൻ വരുമാനമാർഗമായ പശുവിനെ വിറ്റ പ്രതിഭയ്ക്ക് പുതിയ പശുവിനെ സമ്മാനിച്ചു. വെറ്ററിനറി സർവകലാശാലയിൽ നിന്നാണ് പശുവിനെ എത്തിച്ചു നൽകിയത്. സമ്മാനിച്ചത് ഫ്രീസ്വാൾ ഇനത്തിൽപ്പെട്ട സങ്കര ഇനം കിടാരിയെ. രാജ്യത്ത് പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാരുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ ഇനി പുരുഷക്ഷേമ ട്രസ്റ്റും. രാജ്യത്ത് പുരുഷ കമ്മീഷൻ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് തുടക്കം. പ്രചരണാർത്ഥം രാജ്യവ്യാപക ബൈക്ക് യാത്ര. ബൈക്കർ അംജദ് ഖാൻ, പുരുഷ പീഡന ഇര സന്ദീപ് പവാരിയ എന്നിവർക്ക് നേതൃത്വം. 20 സംസ്ഥാനങ്ങൾ പിന്നിട്ട് 26-ന് ഡൽഹിയിൽ സമാപനം. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മദ്യലഹരിയിൽ നെല്ലുവായി സ്വദേശിയുടെ പരാക്രമം. രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും പോലീസുകാർക്കും മർദ്ദനം. 5-ാം വാർഡിലാണ് അതിക്രമം നടന്നത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അക്രമിയെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടി.
സർക്കാർ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിനെതിരെ അതിശക്തമായ നടപടിയുമായി ആരോഗ്യവകുപ്പ് രംഗത്ത്. സ്വകാര്യ പ്രാക്ടീസ് നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. പുറത്ത് പ്രാക്ടീസ് നടത്താൻ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഡോക്ടർമാർക്ക് അനുമതിയില്ലെന്ന് മന്ത്രി. വിജിലൻസ് പരിശോധനയ്ക്കെതിരെ ഡോക്ടർമാർ രംഗത്ത്. ഡ്യൂട്ടി സമയത്തിന് പുറത്തുള്ള സമയത്ത് പ്രാക്ടീസ് നടത്തുന്നതിന് സർക്കാർ അനുമതിയുണ്ടെന്ന് KGMOA. പൂവത്തൂരിൽ നിയന്ത്രണം വിട്ട ഇരുചക്രവാഹനം ബസ്സിനടിയിലേക്ക് ഇടിച്ചു കയറി യുവാവിന് ദാരുണാന്ത്യം. പൂവത്തൂർ സ്വദേശി രായമ്മരക്കാർ വീട്ടിൽ 18-കാരൻ മുഹമ്മദ് സഫറാണ് ദുരന്തത്തിനിരയായത്. അപകട ദൃശ്യങ്ങൾ വീണയൻ ന്യൂസിന്. ചാലക്കുടിയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. വെള്ളിക്കുളങ്ങര സ്വദേശി 22-കാരൻ രഞ്ജിത്താണ് മരണമടഞ്ഞത്. 2050 കേരളം കാർബൺ ന്യൂട്രലാക്കുന്നതിന് പദ്ധതി. ഹരിത കേരളം മിഷൻ ജനകീയ പച്ചത്തുരുത്തിന് തൃശൂർ ജില്ലയിൽ തുടക്കം. അവണൂർ ശാന്ത ഹയർ സെക്കൻഡറി സ്കൂളിൽ സേവ്യർ ചിറ്റിലപ്പിള്ളി MLA ഉദ്ഘാടനം ചെയ്തു. മണിത്തറ ANUP സ്കൂളിൽ പരിസ്ഥിതി വാരാചരണ പരിപാടികൾ നടന്നു. വടക്കാഞ്ചേരി പാലസ് റോഡിൽ പൊതുനിരത്തിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിനെതിരെ പ്രതിഷേധവുമായി പരിസ്ഥിതി സംഘടന ജനനി രംഗത്ത്.